ആരെങ്കിലും മരിച്ചാൽ മൃതദേഹം സംസ്കരിക്കാൻ ശ്മശാനമില്ലാതെ ദുരിതത്തിലാണ് വയനാട് മുള്ളൻകൊല്ലി ഇടമല മിച്ചഭൂമിയിലെ ഉന്നതി നിവാസികൾ. പരിമിതമായ സ്ഥലത്ത് വീടിന് പരിസരത്തു തന്നെ മൃതദേഹങ്ങൾ സംസ്കരിക്കേണ്ട അവസ്ഥയാണിവർക്ക്. പാറക്കെട്ടുകൾ നിറഞ്ഞ ഭൂമിയായതിനാൽ അധികം താഴ്ചയിൽ കുഴിയെടുക്കാനാകില്ലെന്ന പ്രശ്നവും ഇവർ നേരിടുന്നുണ്ട്. വയനാട് മുള്ളംകൊല്ലി പഞ്ചായത്തിലെ ഇടമല മിച്ചഭൂമിയിൽ കാട്ടുനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട 25ഓളം കുടുംബങ്ങളാണ് ശ്മശാനമില്ലാതെ ദുരിതത്തിലായിരിക്കുന്നത്. ഉന്നതിയിലെ ഭൂരിപക്ഷം വീടുകളുടെ മുറ്റങ്ങളിലും മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട്. സഭാക്കോട്ടയാണെങ്കിൽ വീടിന്റെ തൊട്ടരികില് സഭാക്കോട്ട ഉള്ളത്. ഇനിയിപ്പോ മരിച്ചു കഴിഞ്ഞാൽ വീടിന്റെ ഉള്ളിലായിരിക്കും മരിച്ചവരെ അടക്കുന്നത്. അപ്പൊ അത് സർക്കാർ തീരുമാനിക്കുന്നില്ല. അപ്പൊ ഈ പാപങ്ങൾ ഇങ്ങനെ തന്നെ കാലകാലങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായി ജീവിച്ചോട്ടെ എന്ന് ആണോ സർക്കാരിന്റെ തീരുമാനം? ഉന്നതിയിലെ സ്ഥലപരിമിതികൾ മൂലം അടുത്തടുത്താണ് വീടുകൾ സ്ഥിതി ചെയ്യുന്നത്. അതിനിടയിലാണ് കുഴിമാടങ്ങൾ. പാറക്കെട്ടുകൾ നിറഞ്ഞ ഭൂമിയായതിനാൽ അധികം താഴ്ചയിൽ കുഴിയെടുക്കാനുമാകില്ല. ഇനി ആരെങ്കിലും മരിച്ചാൽ സംസ്കരിക്കുന്നതിനുള്ള കുഴിയെടുക്കാൻ വീട് പൊളിക്കേണ്ട സ്ഥിതിയിലാണെന്നും ജീവിച്ചിരുന്നപ്പോൾ പ്രിയപ്പെട്ടവരായിരുന്നവരുടെ കുഴിമാടങ്ങൾ നിത്യവും കാണേണ്ടി വരുന്നത് വലിയ മാനസിക പ്രയാസമാണ് സൃഷ്ടിക്കുന്നതെന്നും ഉന്നതി നിവാസികൾ പറയുന്നു. പിന്നെ പേടിയല്ലാതെ ഇരിക്കുമോ? പിള്ളേര്, ചെറിയ പിള്ളേരല്ലേ, അവർക്ക് പേടി തന്നെ. അതിൻ്റെ മുകളിലാണ് കളിക്കുന്നത്. എവിടെ പോയാലും ആ സാവക്കൂട്ടിൻ്റെ മുകളിലാണ് കളിക്കുന്നത് പിള്ളേര്. ചവിട്ടം പോലും സ്ഥലമില്ല ഇവിടെ. അതാണ് ഇവിടുത്തെ സ്ഥിതി. പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശമായതിനാൽ തന്നെ കുഴിയെടുക്കാനും മറ്റും സാധിക്കാത്തതിനാൽ ശൗചാലയങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഉന്നതി നിവാസികൾ. ഇവിടെ കരിങ്കൽ കോറിയുടെ പ്രദേശമാണ്. ഇവിടെ നിലവിൽ ബാത്റൂം സിസ്റ്റങ്ങൾ പോലും നിലവിലില്ല. അതെല്ലാം പരിഹരിക്കാൻ വേണ്ടി നിരവധി തവണ ഓഫീസുകൾ കയറിയിറങ്ങുമ്പോഴും ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളിത് പരിഹരിച്ച് തരാം എന്ന് പറഞ്ഞ് അവരെ തിരിച്ചുവിടുന്നല്ലാതെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഇവിടെ ഉള്ളവരുടെ ആവശ്യം. ഇവിടെ തന്നെ പെര പൊളിച്ചു പണിയാണെങ്കിൽ ചാർത്ത് വെക്കാനുള്ള സ്ഥലമില്ല. ഇന്നിപ്പോൾ മഴയല്ലേ വരുന്നത്. അപ്പം താമസിക്കണ്ടേ പെര കെട്ടി കഴിയുന്നവര്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് മാറ്റി തരണം. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇവിടെ പുതിയ വീട് വേണ്ട, ഒന്നും വേണ്ട. സ്ഥലം കിട്ടില്ലെങ്കിൽ വേണ്ടിയില്ല, ഒരു വീട് കിട്ടിയാൽ മതി ഞങ്ങൾക്ക്. കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഉന്നതിയിൽ എത്തിയപ്പോൾ തങ്ങളെ പുനരധിവസിപ്പിക്കാമെന്ന് ഉറപ്പു നൽകിയതാണെന്നും ഇപ്പോൾ അധികാരികൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നും ഉന്നതി നിവാസികൾ പറയുന്നു. ന്യൂസ് മലയാളം, വയനാട്.